ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ കാണുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ അറ്റ് നോർമൽ ഇൻസിഡൻസ് എന്ന് പറയുന്ന ടോപ്പിക്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒരു മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അതിലെ ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ, പോയിന്റിംഗ് വെക്ടറിൻ്റെ എക്സ്പ്രഷൻ, എനർജിയുടെ എക്സ്പ്രഷൻ, ബൗണ്ടറി കണ്ടീഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മളിവിടെ കാണുന്നത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു സർട്ടൻ മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് വേവ് എൻ്റർ ചെയ്യുമ്പോൾ ഇതിലെ പ്രോപ്പർട്ടീസിൻ്റെ ചേഞ്ചുകൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് രണ്ട് മീഡിയങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഇൻ്റർഫേസ്, ദാറ്റ് ഈസ് ബൗണ്ടറിയിൽ എത്തുന്നു. അപ്പോൾ ഈ രണ്ട് മീഡിയത്തിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റ് മീഡിയത്തിലൂടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വെലോസിറ്റി v1 ആണ്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 ആണ്, അവിടെയുള്ള വേവ് വെക്ടർ k1 ആണ്, തുടങ്ങിയതൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്. സെക്കൻഡ് മീഡിയത്തിലാണെങ്കിൽ ഇതേ കാര്യങ്ങൾ തന്നെ കോഎഫിഷ്യൻ്റ് 2 ആക്കിയിട്ട് നമുക്ക് മാറ്റാം. v2 എന്ന് പറയുന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, k2 ആണ് വേവ് വെക്ടർ, n2 ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, ഈ വേവ് ഈ മീഡിയത്തിലെ രണ്ട് മീഡിയങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്നത് അറ്റ് z=0 എന്ന് പറയുന്ന പൊസിഷനിലാണ്, z ഡയറക്ഷനിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. z=0 എന്ന് പറയുന്നതാണ് ഈ ബൗണ്ടറി നിൽക്കുന്ന പൊസിഷൻ. XY പ്ലെയിനിലാണ് നമ്മുടെ ബൗണ്ടറി ഉള്ളത്. ഓക്കെ, ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, ഈ പ്ലെയിൻ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ഒമേഗയാണെന്നും നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദാൻ ദ വേവ് ഈസ് പോളറൈസ്ഡ് ഇൻ x ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ അസംഷൻസ് ഇതാണ്. XY പ്ലെയിനിലാണ് ബൗണ്ടറി ഉള്ളത്, രണ്ട് മീഡിയങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറി ഉള്ളത് XY പ്ലെയിനിലാണ്. അറ്റ് z=0 എന്ന് പറയുന്ന സ്ഥലത്താണ് ബൗണ്ടറി ഉള്ളത്. ഈ വരുന്ന പ്ലെയിൻ വേവിൻ്റെ ഫ്രീക്വൻസി ഒമേഗയാണ്, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് z ഡയറക്ഷനിലാണ്. The wave is polarized in x direction. x ഡയറക്ഷനിൽ പോളറൈസ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇലക്ട്രിക് ഫീൽഡ് x ഡയറക്ഷനിലാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ ഫസ്റ്റ് മീഡിയമാണ് 1, വരുന്ന വേവ് E1 ആണ്, x ഡയറക്ഷനാണ് ഇലക്ട്രിക് ഫീൽഡ്. v1 എന്ന് പറയുന്ന വെലോസിറ്റിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. v1 ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ട്രാൻസ്വേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് അല്ലേ. സെക്കൻഡ് മീഡിയത്തിലാണ് v2 ആണ് വെലോസിറ്റി, ട്രാൻസ്മിറ്റഡ് വേവ് ആയതുകൊണ്ട് e2 b2. ഇവിടെ അപ്പോൾ വേവ് നമ്മുടെ രണ്ട് മീഡിയങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറിയിൽ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടി, ഇൻ്റർഫേസിൽ വരുന്ന സെക്കൻഡ് മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടി ഡിഫറെൻ്റ് ആയതുകൊണ്ട് വരുന്ന ഇൻസിഡൻറ്റ് വേവിലെ ഒരു പാർട്ട് എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്ത് പോകും, ഒരു പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് സെക്കൻഡ് മീഡിയത്തിലേക്ക് കടക്കും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടി, ഈ രണ്ട് മീഡിയങ്ങളുടെയും പ്രോപ്പർട്ടി അനുസരിച്ചിട്ടാണ് എത്രത്തോളം വേവ് സെക്കൻഡ് മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്നു എന്നുള്ളതൊക്കെ പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു രണ്ട് മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ബൗണ്ടറിയിൽ ഇൻസിഡൻറ്റ് ചെയ്താൽ പാർട്ട് ഓഫ് ദ വേവ് ഗെറ്റ്സ് ട്രാൻസ്മിറ്റഡ് ആൻഡ് പാർട്ട് ഓഫ് ദ വേവ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ്. ആ ഇൻസിഡൻറ്റ് വേവിൻ്റെ ഇമേജ് ആണ് ഇവിടെ I ആയിട്ട് കാണിച്ചിട്ടുള്ളത്. EI ആണ് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്, BI ആണ് മാഗ്നറ്റിക് ഫീൽഡ്. പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വെലോസിറ്റി v1 ആണ്. ദിസ് ഈസ് ടുവേർഡ്സ് പോസിറ്റീവ് z ഡയറക്ഷൻ. ഇവിടെ z=0 ആണ്. അപ്പം ഇവിടെ സെറ്റിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്, ഇവിടെ സെറ്റിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്. പക്ഷേ റൈറ്റിലേക്ക് മൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് പോസിറ്റീവ് z ഡയറക്ഷനിലാണ് ഇൻസിഡൻറ്റ് വേവ് മൂവ് ചെയ്യുന്നത്. ബൗണ്ടറിയിൽ ഇൻസിഡൻറ്റ് ചെയ്തു, പാർട്ട് ഓഫ് ദ വേവ് ഗെറ്റ്സ് ട്രാൻസ്മിറ്റഡ് ചെയ്ത വേവ് എന്ന് പറഞ്ഞാൽ നേരെ സെക്കൻഡ് മീഡിയത്തിലേക്ക് കടക്കുന്നു. സെക്കൻഡ് മീഡിയത്തിലേക്ക് കടന്നപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ET ആയിട്ടും മാഗ്നറ്റിക് ഫീൽഡ് BT ആയിട്ടും വെലോസിറ്റി v2 ആയിട്ടും കാണിക്കുന്നു. ET എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്, BT എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. v2 is the propagation velocity. It is again in positive z direction. ഓക്കെ, ഇനി ഒരു പാർട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഒരു പാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അഗെയിൻ ഇൻ x ഡയറക്ഷൻ. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ v1ൻ്റെ ഡയറക്ഷൻ ഇവിടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് മൈനസ് z ഡയറക്ഷനിലാണ് വേവ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ട്രാൻസ്വേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിലെ പ്രോപ്പർട്ടി അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, +y ഇൻസിഡൻറ്റ് വേവിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ -y ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്, റിഫ്ലക്റ്റഡ് വേവിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വരാം. Okay, that is from
ഇതിനു മുമ്പ് നമ്മൾ കണ്ട മാഗ്നറ്റിക് ഫീൽഡും ട്രാൻസ്മിറ്റഡ് വേവും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡയറക്ഷൻസ് എങ്ങനെയാണെന്നൊന്ന് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻസിഡൻറ്റ് വേവ് വന്നു, പാർട്ട് റിഫ്ലക്റ്റ് ചെയ്തു, ഒരു പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു, അതിൻ്റെ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ കണ്ടു. ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ അതിൻ്റെ എക്സ്പ്രഷൻസ് കാണിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അസ്യൂം ചെയ്ത കാര്യം XY പ്ലെയിനിലാണ് ബൗണ്ടറി ഉള്ളത്, ഒമേഗയാണ് ഫ്രീക്വൻസി, ഡയറക്ഷനാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, X ഡയറക്ഷനിലാണ് പോളറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻസിഡൻറ്റ് വേവിൻ്റെ എക്സ്പ്രഷൻ EI ഓഫ് Z, T കോംപ്ലക്സ് എക്സ്പ്രഷനാണ്. EI ഓഫ് Z, T ഈസ് ഈക്വൽ ടു E0I e raised to I K1Z. K1 കൊടുക്കാനുള്ള കാരണം ഫസ്റ്റ് മീഡിയത്തിലാണ് ഇൻസിഡൻറ്റ് വേവ് ഉള്ളത്. അപ്പോൾ K1Z മൈനസ് ഒമേഗ ടി. ഇലക്ട്രിക് ഫീൽഡ് എക്സ്പോളറൈസ്ഡ്, വേവ് എക്സ്പോളറൈസ്ഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ X ഡയറക്ഷൻ. സോ EI ഈസ് ഈക്വൽ ടു EI ഓഫ് Z, T ഈസ് ഈക്വൽ ടു E0I e raised to I K1Z മൈനസ് ഒമേഗ ടി X ക്യാപ്. അതേപോലെ തന്നെ ഇൻസിഡൻറ്റ് വേവിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ D0I എന്ന് പറയാം. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ, സിംപ്ലസ്റ്റ് റിലേഷൻ E/V ആണ്. അപ്പോൾ E0I ബൈ ഫസ്റ്റ് മീഡിയത്തിലുള്ള വെലോസിറ്റി V1 ആണ്. അപ്പോൾ E0I ബൈ V1 e raised to I K1Z minus omega t y cap. So this is the expression for magnetic field. ഇൻസിഡൻറ്റ് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. ഇനി റിഫ്ലക്റ്റഡ് വേവ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. റിഫ്ലക്റ്റഡ് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അതേ ഇതിൽ തന്നെയാണ്. അപ്പോൾ E0Iക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, E0R എന്ന് കൊടുക്കാം. e raised to I ഫസ്റ്റ് മീഡിയത്തിൽ തന്നെയാണ്. അപ്പോൾ K1 തന്നെയാണ് വരിക, പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സെറ്റ് ആണ്. പക്ഷേ ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സെറ്റ് ഡയറക്ഷനിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം E0R e raised to I മൈനസ് K1Z. ഇവിടെ പ്ലസ് K1Z ആണ്, ഇവിടെ മൈനസ് K1Z ആണ്. K1 ഇൻറ്റു മൈനസ് സെറ്റ്, മൈനസ് ഡയറക്ഷനാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് മൈനസ് സെറ്റ് വന്നത്. മൈനസ് ഒമേഗ ടി എക്സ് ക്യാപ്പ് വീണ്ടും ഡയറക്ഷൻ മുകളിലേക്ക് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് അല്ലേ. ഇനി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ നോക്കി കഴിഞ്ഞാൽ എന്താ വരിക, E0R ബൈ V1 ഫസ്റ്റ് മീഡിയത്തിൽ തന്നെയല്ലേ. അപ്പോൾ E0R ബൈ V1 e raised to I മൈനസ് സെഡ് ഡയറക്ഷനാണ് വേവ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ e raised to I മൈനസ് K1Z മൈനസ് ഒമേഗ ടി. BI എന്ന് പറയുന്നത് പ്ലസ് വൈ ക്യാപ്പിലാണെങ്കിൽ BR എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ്, മൈനസ് വൈ ക്യാപ്പിലാണ് അല്ലേ. അപ്പോൾ E0R ബൈ V1 e raised to I മൈനസ് K1Z മൈനസ് ഒമേഗ ടി മൈനസ് വൈ ക്യാപ്പ്. ആ മൈനസ് ആണ് ഇവിടെ ആദ്യം എടുത്തെഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ BR ഓഫ് Z, T ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ V1 E0R e raised to I മൈനസ് K1Z മൈനസ് ഒമേഗ ടി വൈ ക്യാപ്പ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ഫോർ ഇൻസിഡൻറ്റ് ആൻഡ് റിഫ്ലക്റ്റഡ് വേവ് നമ്മൾ കണ്ടു. ഇത് രണ്ടും ഏത് മീഡിയത്തിലാണുള്ളത്, ഫസ്റ്റ് മീഡിയത്തിലാണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ കണ്ട ഫിഗറിൽ എന്തുണ്ട്, സെക്കൻഡ് മീഡിയത്തിലേക്ക് ഒരു വേവ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ആ വേവാണ് ട്രാൻസ്മിറ്റഡ് വേവ്. അപ്പോൾ ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ET ഓഫ് Z, T എന്നുള്ളത് E0T ആംപ്ലിറ്റ്യൂഡ് e raised to I സെക്കൻഡ് മീഡിയമാണ്. സോ ദാറ്റ് ഈസ് വൈ K2 e raised to I K2Z മൈനസ് ഒമേഗ ടി എക്സ് ക്യാപ്പ്. ഇത് മൂന്നിലും ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ മുകളിലേക്കല്ലേ. അപ്പോൾ എക്സ് ക്യാപ്പാണ്. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇൻസിഡൻറ്റും ട്രാൻസ്മിറ്റഡും പ്ലസ് സെഡ് ആണ്, റിഫ്ലക്റ്റഡ് മാത്രം മൈനസ് സെഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻസിഡൻറ്റും ട്രാൻസ്മിറ്റഡും പ്ലസ് വൈ ആണ്, റിഫ്ലക്റ്റഡ് മാത്രം മൈനസ് വൈയിലാണ്. അപ്പം DT ഓഫ് Z, T ഈസ് ഈക്വൽ ടു 1 ബൈ V2 സെക്കൻഡ് മീഡിയമാണ്, അല്ലെങ്കിൽ E0T ബൈ V2 e raised to I K2Z മൈനസ് ഒമേഗ ടി പ്ലസ് വൈ ക്യാപ്പ്. നമ്മൾ ആ ഫിഗർ നിങ്ങളുടെ ഫിഗറുമായിട്ട് എപ്പോഴും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇൻസിഡൻറ്റ് വേവും ട്രാൻസ്മിറ്റഡ് വേവും ഒരേ ഫിഗറാണ്. അപ്പോൾ ഇൻസിഡൻറ്റ് വേവിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേപോലത്തെ എക്സ്പ്രഷനാണ് ട്രാൻസ്മിറ്റഡ് വേവിന് വരിക. ഇൻസ്റ്റെഡ് ഓഫ് K1 ട്രാൻസ്മിറ്റഡ് ആകുമ്പോൾ K2 എന്ന് വരുന്നു മാത്രം. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് അതെ, E0Iക്ക് പകരം E0T എന്ന് വരും. അതേപോലെ K1 പകരം K2 എന്ന് വരും. V1 പകരം V2 എന്ന് വരും. ഡയറക്ഷനൊക്കെ സെയിം തന്നെയാണ് വരിക. റിഫ്ലക്റ്റഡ് വേവിൻ്റെ കണ്ടീഷനിൽ മാത്രം എന്ത് ചെയ്യണം, ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനിൽ മൈനസ് K1Z വരും, കാരണം വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് മൈനസ് സെഡ് ഡയറക്ഷനിലാണ്. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനിൽ മൈനസ് വൈ ക്യാപ്പാണ് വരിക. അപ്പോൾ ഈ റിസൾട്ടിൽ ഒരു മൈനസ് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സ്പ്രഷൻസ് ഇൻസിഡൻറ്റ് വേവിൻ്റെയും റിഫ്ലക്റ്റഡ് വേവിൻ്റെയും ട്രാൻസ്മിറ്റഡ് വേവിൻ്റെയും ഒക്കെ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും എക്സ്പ്രഷൻസ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ് വേവ് എവിടെ എത്തി, നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് ആണ് ആവശ്യം. ബൗണ്ടറിയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ബൗണ്ടറിയിൽ വെച്ചിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബൗണ്ടറിയിൽ എത്തുമ്പോൾ ഇതിലെ ടേംസ് എങ്ങനെയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ബൗണ്ടറി കണ്ടീഷൻസ് കണ്ടതാണ്. D1 പെർപെൻഡിക്കുലർ ഇസ് ഈക്വൽ ടു D2 പെർപെൻഡിക്കുലർ. അതേപോലെ E1 പാരലൽ ഇസ് ഈക്വൽ ടു E2 പാരലൽ. B1 പെർപെൻഡിക്കുലർ ഈക്വൽ ടു B2 പെർപെൻഡിക്കുലർ. B1 പാരലൽ H1 പാരലൽ ഇസ് ഈക്വൽ ടു H2 പാരലൽ തുടങ്ങിയിട്ടുള്ള ബൗണ്ടറി കണ്ടീഷൻസ്. ഇഫ് ദർ ഇസ് നോ ഫ്രീ സർഫസ് ചാർജ് ആൻഡ് കറണ്ട്, സർഫസ് ചാർജോ സർഫസ് കറണ്ടോ ഇല്ലെങ്കിലുള്ള ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്.
ആ ബൗണ്ടറി കണ്ടീഷൻസ് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം കൂടി നമ്മളൊക്കെ പ്രത്യേകമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ ഏതാണ്? ഇസ് പാരലൽ ടു ദ പ്ലെയിൻ. ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും XY പ്ലെയിനിൽ പാരലൽ ആയിട്ടാണ് കമ്പോണൻ്റ് ഉള്ളത്. ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലുള്ളത്? X ഡയറക്ഷനാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഏതിലുള്ളത്? Y ഡയറക്ഷനാണ്. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും പ്ലെയിനിന് XY പ്ലെയിനിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ, XY പ്ലെയിനിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഏതാ? Z ഡയറക്ഷൻ. Z ഡയറക്ഷനിൽ എന്തില്ല? കമ്പോണൻസ് ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് Xയിലാണ്, മാഗ്നറ്റിക് ഫീൽഡ് Yയിലാണ് അല്ലേ? അപ്പോൾ Z ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡിന് കമ്പോണൻ്റ് ഇല്ല, Z ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡിന് കമ്പോണൻ്റ് ഇല്ല അല്ലേ? അപ്പോൾ പെർപെൻഡിക്കുലർ ടു XY പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? Z ഡയറക്ഷൻ. ഈ Z ഡയറക്ഷനിൽ എന്തില്ല? there are no components of electric and magnetic fields perpendicular to the boundary. ബൗണ്ടറിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തില്ല? ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും കമ്പോണൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട? പെർപെൻഡിക്കുലർ ബൗണ്ടറി കണ്ടീഷൻസ് നമുക്ക് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആകെ ആവശ്യമുള്ളത് ബൗണ്ടറി കണ്ടീഷൻസിലെ പാരലൽ ബൗണ്ടറി കണ്ടീഷൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ പാരലൽ ബൗണ്ടറി കണ്ടീഷൻസ് എന്താണ്? E1 പാരലൽ ഇസ് ഈക്വൽ ടു E2 പാരലൽ എന്നുള്ള ബൗണ്ടറി കണ്ടീഷൻ ഉണ്ട്. അതേപോലെ H1 പാരലൽ ഇസ് ഈക്വൽ ടു H2 പാരലൽ എന്നുള്ള ബൗണ്ടറി കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ H എന്ന് പറഞ്ഞാൽ B/mu ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ബൗണ്ടറി കണ്ടീഷൻസ് നമ്മളിവിടെ കാണിച്ചത് E1 പാരലൽ ഇസ് ഈക്വൽ ടു E2 പാരലൽ. മൂന്നാമത്തെ ബൗണ്ടറി കണ്ടീഷനാണത്. ഒരു നാലാമത്തെ ബൗണ്ടറി കണ്ടീഷൻ ആയിട്ടുള്ള B1 പാരലൽ ബൈ mu1 ഇസ് ഈക്വൽ ടു B2 പാരലൽ ബൈ mu2. ഈ ബൗണ്ടറി കണ്ടീഷൻസ് മാത്രമേ നമുക്കിവിടെ നോക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യാണ്. E1 പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഫസ്റ്റ് മീഡിയത്തിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡാണ്, റിസൾട്ടൻറ്റ് ഇലക്ട്രിക് ഫീൽഡാണ് വരുന്നത്. E2 പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് മീഡിയത്തിലുള്ള ടോട്ടൽ റിസൾട്ടൻറ്റ് ഇലക്ട്രിക് ഫീൽഡാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് മീഡിയത്തിൽ ഏതൊക്കെ വേവ് ആണുള്ളത്? ഫസ്റ്റ് മീഡിയത്തിൽ ഇൻസിഡൻറ്റ് വേവും ഉണ്ട്, റിഫ്ലക്റ്റഡ് വേവും ഉണ്ട്. ഇത് നോക്കിയാൽ തന്നെ കാണാം അല്ലേ? ഇതൊക്കെ ഫസ്റ്റ് മീഡിയത്തിലാണ്. ഇൻസിഡൻറ്റ് വേവും റിഫ്ലക്റ്റഡ് വേവും ഫസ്റ്റ് മീഡിയത്തിലാണ്. അപ്പോൾ ഫസ്റ്റ് മീഡിയത്തിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിഡൻറ്റ് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് റിഫ്ലക്റ്റഡ് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വരും. ഓക്കെ, സെക്കൻഡ് മീഡിയത്തിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആരേ ഉള്ളൂ? സെക്കൻഡ് മീഡിയത്തിൽ ആര് മാത്രമേ ഉള്ളൂ? ട്രാൻസ്മിറ്റഡ് വേവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് മീഡിയത്തിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ എഴുതിയത് ഇൻസിഡൻറ്റ് വേവ് E1 ഓഫ് Z, T നമ്മൾ ഫസ്റ്റ് മീഡിയത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനാണ് E0i e⁻ k1z - ωt x cap പ്ലസ് ഫസ്റ്റ് മീഡിയത്തിൽ ആരും കൂടി ഉണ്ട്? ER അല്ലേ? അപ്പോൾ E0r e⁻ -k1z - ωt x cap. അപ്പോൾ ഫസ്റ്റ് മീഡിയത്തിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈക്വൽ ടു, ആക്ച്വലി ഇവിടെ ഒരു ബ്രാക്കറ്റ് കാണിക്കേണ്ടതാണ്, EI പ്ലസ് ER അല്ലെങ്കിൽ E0i e⁻ k1z - ωt x cap പ്ലസ് E0r e⁻ -k1z - ωt x cap. ഇതിൻ്റെ ഇടയിൽ ET എന്ന് പറയുന്ന ടേം ഇവിടെ ഈ കാണിച്ചതിൽ ചെറിയൊരു എറർ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. ഇത് ഏതെങ്കിലും ഒന്ന് മതി. EI പ്ലസ് ER ഇസ് ഈക്വൽ ടു ET അല്ലെങ്കിൽ E0i e⁻ k1z - ωt x cap പ്ലസ് E0r e⁻ -k1z - ωt x cap is equal to E0t e⁻ k2z - ωt x cap. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. രണ്ടും വേണമെന്നില്ല. EI of Z, T plus ER of Z, T is equal to ET of Z, T എന്നെല്ലാം. അത് തന്നെയാണ് എന്ത്? E0i e⁻ k1z - ωt x cap plus E0r e⁻ -k1z - ωt x cap is equal to E0t e⁻ k2z - ωt x cap എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ എന്ത് ചെയ്യാണ്? ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ E0i e⁻ k1z അല്ലെങ്കിൽ E0i e⁻ k1z എന്ന് പറയുന്ന സെറ്റ് വരുന്ന എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, എക്സ്പോണൻഷ്യൽ എക്സ്പ്രഷൻസ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ കൂടുതൽ നല്ലത്. അതുകൊണ്ട് നമ്മൾ ഈ എക്സ്പ്രഷനിൽ എന്ത് കൊടുക്കുകയാണ്? ബൗണ്ടറിയിലെ കണ്ടീഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബൗണ്ടറിയിൽ സെറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ പറഞ്ഞു? സെറ്റ് ഇസ് ഈക്വൽ ടു 0 നമ്മുടെ ബൗണ്ടറി അല്ലെങ്കിൽ ആ XY പ്ലെയിൻ സെപ്പറേറ്റ് ചെയ്യുന്ന, രണ്ട് മീഡിയങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന XY പ്ലെയിൻ ഇൻ്റർഫേസ് വരുന്ന സെറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സെറ്റിന് എന്ത് കൊടുക്കുക? 0 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ സെറ്റിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുക എന്താ? E0i ഈ k1z പോയി അല്ലേ, e⁻ -i⁻t എന്ന് വരും പ്ലസ് E0r e⁻ -i⁻t എന്ന് വരും. ഇവിടെയും -k1z, സെറ്റിന് 0 അല്ലേ, അത് പോയി. അതുപോലെ E0t e⁻ -i⁻t എന്ന് വരും അല്ലേ. എല്ലാത്തിലും x cap ഉണ്ട്, എല്ലാത്തിലും e⁻ ഉണ്ട് അല്ലേ. സോ യു ക്യാൻ ക്യാൻസൽ ദാറ്റ്. അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക?
E0i plus E0r is equal to E0t എന്ന് നമുക്ക് കിട്ടും. ആ എക്സ്പ്രഷനാണ് നമുക്ക് ഒരു ആവശ്യം. ഇവിടെ e raised to minus i omega t ഒഴിവാക്കിയിട്ടുള്ള എക്സ്പ്രഷനാണ് നമ്മൾ ഉപയോഗിക്കുക. E0i plus E0r is equal to E0t. അതിനാണ് ആക്ച്വലി എ എന്ന് കൊടുക്കേണ്ടത് കേട്ടോ. ഇവിടെ e raised to minus i omega t കൂടി ഒഴിവാക്കിയിട്ടുള്ളത് എഴുതുക. E0i plus E0r is equal to E0t എന്ന് പറയുന്ന എക്സ്പ്രഷൻ. ദാറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ എ. ഇക്വേഷൻ എ ആയിട്ട് അതാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ. മാഗ്നറ്റിക് ഫീൽഡ് ഫസ്റ്റ് മീഡിയത്തിലെ മാഗ്നറ്റിക് ഫീൽഡ് B1 ആണ്. B1 by mu1 is equal to B2 by mu2 വരും. അപ്പോൾ ഫസ്റ്റ് മീഡിയത്തിൽ ഇൻസിഡൻറ്റ് വേവിൻ്റെയും റിഫ്ലക്റ്റഡ് വേവിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ BI plus BR by mu1 is equal to BT by mu2. അപ്പോൾ എക്സ്പ്രഷൻ കൊടുക്കുകയാണ് 1 by mu1 BI എന്ന് പറഞ്ഞാൽ E0i by V1 e raised to I K1z minus omega t minus E0r by V1 e raised to I minus K1z minus omega t. ഇവിടെ പ്ലസ് ആണെങ്കിലും BRൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മൈനസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by mu2 1 by V2 E0t e raised to I K2z minus omega t y cap. ഇവിടെയും ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുക. സെറ്റ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സെറ്റ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 by mu1 പുറത്തുണ്ട്. 1 by v1 E0i minus 1 by v1 E0r. ഇവിടെയും സെറ്റ് 0 കൊടുത്തു കഴിഞ്ഞാൽ e raised to minus i omega t എല്ലാത്തിലും വരും അല്ലേ. അപ്പോൾ e raised to minus i omega t എല്ലാത്തിലും ഉണ്ട്. അത് ക്യാൻസൽ ചെയ്യാം. y cap ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് കിട്ടുക 1 by mu1 into 1 by v1 E0i minus 1 by v1 E0r is equal to 1 by mu2 1 by v2 E0t. ഓക്കെ. ഇതിൽ നിന്ന് mu1 v1 അല്ലെ, v1 രണ്ടിലും 1 by v1 കോമൺ ആണ്. അപ്പോൾ 1 by mu1 v1 എന്നാക്കി എഴുതുക. 1 by mu1 v1 is equal to അല്ലെ 1 by mu1 v1 into E0i minus E0r is equal to 1 by mu2 v2 E0t എന്ന പോലെയാണ് വരിക അല്ലേ. ഈ mu1 v1നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുക. രണ്ടിലും mu1 v1 ഇഫക്റ്റീവ്ലി രണ്ടിലും ഉണ്ടല്ലോ. അത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ കിട്ടുക? mu1 v1 by mu2 v2 into E0t എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് E0i minus E0r is equal to mu1 v1 by mu2 v2 into E0t എന്ന് കിട്ടും. ആ mu1 v1 by mu2 v2 എന്നുള്ള പകരം കൊടുത്താണ് എന്ത് ബീറ്റ എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ. ഓക്കെ. അപ്പോൾ E0i minus E0r is equal to ബീറ്റ E0t. പിന്നെ വിയും വെലോസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ v1 ആണെങ്കിൽ 1 by n1 ആണ് വരിക. v2 ആണെങ്കിൽ 1 by n2 ആണ് വരിക. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതാം. mu1 n2 by mu2 n1 എന്ന് എഴുതിയാലും ശരിയാണ്. ബീറ്റ ഇസ് ഈക്വൽ ടു mu1 n1 by mu1 n2 by mu2 n1 എന്ന് എഴുതിയാലും ശരിയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ബി കിട്ടി. E0i minus E0r is equal to ബീറ്റ E0t. അതുപോലെ ഇക്വേഷൻ എ എന്താണ്? E0i plus E0r. നമ്മൾ e raised to minus i omega t ഒഴിവാക്കിയിട്ടുള്ളതാണ് ഇതിന് കൊടുക്കേണ്ടത്. ഇവിടെ കൊടുത്തതിൽ ചെറിയൊരു എറർ ഉണ്ട്. നിങ്ങളങ്ങനെ മനസ്സിലാക്കുക. E0i plus E0r is equal to E0t അല്ലേ. ഈ രണ്ട് ഇക്വേഷൻസും ആഡ് ചെയ്യുക. എയും ബിയും ആഡ് ചെയ്യുക. അപ്പോൾ E0i ഉണ്ട്, E0i ഉണ്ട്. അപ്പോൾ 2 times E0i എന്ന് കിട്ടും. E0r ഇവിടെ മൈനസ് E0r അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. E0t പ്ലസ് ബീറ്റ E0t എന്ന് കിട്ടും. ദാറ്റ് ഈസ് നമുക്ക് ഇങ്ങനെ കിട്ടും 2 E0i equal to 1 plus beta into E0t എന്ന് കിട്ടും. E0i 2 E0i is equal to 1 plus beta into E0t എന്ന് കിട്ടും. ദാറ്റ് ഈസ് E0t is equal to എന്താ കിട്ടുക? 2 by 1 plus beta into E0i. ഇത് എന്താണ്? ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇത് ഇൻസിഡൻറ്റ് വേവിൻ്റെ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് ആണ്. സോ ദിസ് റിലേറ്റ്സ് ദ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ്സ് ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് ആൻഡ് ട്രാൻസ്മിറ്റഡ് വേവ്സ്. ഇത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ബീറ്റ. ബീറ്റ എന്ന് പറഞ്ഞാൽ mu1 v1 by mu2 v2 അല്ലെങ്കിൽ mu1 n2 by mu2 n1. രണ്ടാമത്തെ രണ്ട് മീഡിയങ്ങളുടെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളെയും രണ്ട് മീഡിയങ്ങളുടെയും റിലേറ്റീവ് പെർമിയബിലിറ്റികളുടെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് ബീറ്റ. അതിനനുസരിച്ചിട്ടാണ് E0tയും വരുന്നത്. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഫസ്റ്റ് ഇക്വേഷൻ എന്ത് ചെയ്യുക? മൊത്തം ബീറ്റ കൊണ്ട് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ബീറ്റ E0i പ്ലസ് ബീറ്റ E0r is equal to ബീറ്റ E0t എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ സി. ഈ ഇക്വേഷനെ സെക്കൻഡ് ഇക്വേഷന് ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ബി ഉണ്ടല്ലോ, E0i minus E0r equal to ബീറ്റ E0t. ഇതിൽ നിന്നും സി എന്ന് പറയുന്ന ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ E0i മൈനസ് ബീറ്റ E0i. അപ്പോൾ 1 മൈനസ് ബീറ്റ ഇൻറ്റു E0i എന്ന് കിട്ടും. അതുപോലെ ഇവിടെ മൈനസ് ആണ്. അപ്പോൾ മൈനസ്
E0r മൈനസ് ബീറ്റ E0r. അപ്പോൾ കോമൺ ആയിട്ട് 1 പ്ലസ് ബീറ്റ E0r എന്ന് കിട്ടും. ഇവിടെ ബീറ്റ E0t, ഇവിടെ ബീറ്റ E0t. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 1 മൈനസ് ബീറ്റ E0i മൈനസ് 1 പ്ലസ് ബീറ്റ E0r ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ 1 മൈനസ് ബീറ്റ E0i ഈക്വൽ ടു എന്താണ് 1 പ്ലസ് ബീറ്റ E0r എന്ന് കിട്ടും. അപ്പോൾ E0r ഇസ് ഈക്വൽ ടു എന്താ വരിക 1 മൈനസ് ബീറ്റ ബൈ 1 plus beta into E0i. So this is the relation between incident and reflected amplitudes of incident and reflected waves. Okay, incident wave and reflected wave amplitude relate in relation idana. Incident wave and transmitted wave amplitude relate in equation idana. So these equations are very important aanu. ഇനി ഇതിൽ നമുക്കറിയാം ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ mu1 v1 by mu2 v2 ആണ്. ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയലുകളുടെയും റിലേറ്റീവ് പെർമിയബിലിറ്റീസ്, അതിൻ്റെ പെർമിയബിലിറ്റി അറ്റ് വാക്വത്തിനോടുള്ള പെർമിയബിലിറ്റി ആയിട്ട് ഓൾമോസ്റ്റ് ഈക്വൽ ആണ് ഫോർ ഓൾമോസ്റ്റ് ഓൾ നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ്. അപ്പം mu1ഉം mu2ൻ്റെയും വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താണ് mu0 ആണ്. അപ്പം mu1ൻ്റെയും mu2ൻ്റെയും വാല്യൂ mu0 ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ടും mu0 ആണ്. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ബീറ്റ ഇസ് ഈക്വൽ ടു v1 by v2 എന്ന് കിട്ടുന്ന പോലെയാണ് ഇഫക്റ്റീവ്ലി ബീറ്റ ഇസ് ഈക്വൽ ടു v1 by v2 ആണ്. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ E0t എന്ന് പറയുന്നത് എന്താ വരിക 2 by 1 plus v1 by v2 എന്ന് കിട്ടും. v1 by v2 1 plus v1 by v2. അവിടെ LCM എടുത്തു കഴിഞ്ഞാൽ 2v2 by 1 plus v2 plus v1 into E0i എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ റിലേഷൻ ദാറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഹിയർ. അതേപോലെ തന്നെ ഇവിടെയും v1 by v2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1 മൈനസ് v1 by v2 divided by 1 plus v1 by v2. LCM എടുത്തു കഴിഞ്ഞാൽ v2 ക്യാൻസൽ ചെയ്യും. v2 മൈനസ് v1 by v2 plus v1 കിട്ടും into E0i. That is E0r is equal to v2 minus v1 by v2 plus v1 into E0i. So these are the relations with incident and reflected amplitude and incident and transmitted amplitudes in terms of velocities. വെലോസിറ്റിയുടെ ടേമിലുള്ള റിലേഷൻസ് ആണ് ഇത്. ഓക്കെ, ഇനി രണ്ട് സ്പെഷ്യൽ കണ്ടീഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്ന്, റിഫ്ലക്റ്റഡ് വേവും ഇൻസിഡൻറ്റ് വേവും സെയിം ഫേസിലാവും. ഇൻസിഡൻറ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡും റിഫ്ലക്റ്റഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡും സെയിം ഫേസിലാവുക. സെയിം ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ്സ് ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളതൊക്കെ അല്ലേ. E0r ആണെങ്കിലും E0t ആണെങ്കിലും V0i ആണെങ്കിലും ഒക്കെ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ്സ് ആണ്. ഇപ്പോൾ റിയൽ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഫോമുല എഴുതി കഴിഞ്ഞാൽ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്. E0r is equal to കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് E0r is equal to റിയൽ ആംപ്ലിറ്റ്യൂഡ് E0r into e raised to I delta r in terms of phase. ഇനീഷ്യൽ ഫേസിൻ്റെ ടേമിൽ നമുക്ക് ഇത് എഴുതാമെന്ന് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ E0 കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് E0r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആംപ്ലിറ്റ്യൂഡ് E0r into e raised to I delta r ആണ് വരിക. അതേപോലെ തന്നെ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് E0i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആംപ്ലിറ്റ്യൂഡ് E0i into e raised to I delta i എന്ന് കിട്ടും. E0t എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് E0t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആംപ്ലിറ്റ്യൂഡ് E0t into e raised to I delta t എന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു കണ്ടീഷനിൽ ഒരു സ്പെഷ്യൽ കേസ് എന്താണ് റിഫ്ലക്റ്റഡ് വേവും ഇൻസിഡൻറ്റ് വേവും ഇൻ ഫേസിലാണെങ്കിൽ, ഇത് ഇൻ ഫേസിലാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ v2 എപ്പോഴും v1നേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം, എന്നാലേ ഇത് പോസിറ്റീവായിട്ട് കിട്ടുള്ളൂ. എപ്പോഴാണോ E0rഉം E0iയും സെയിം പോസിറ്റീവ് വാല്യൂസ് ആയിട്ട് വരുന്നത് അപ്പോഴാണ് രണ്ട് വേവ്സും ഇൻ ഫേസ് ആണെന്ന് പറയും. ഇപ്പോൾ v2 ലെസ് ദാൻ v1 ആണെങ്കിൽ നമുക്ക് കിട്ടുക ഇതൊരു നെഗറ്റീവ് വാല്യൂ ആണ്. ദാറ്റ് മീൻസ് E0r ഈസ് ഔട്ട് ഓഫ് ഫേസ്, അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് വേവ് ഈസ് ഔട്ട് ഓഫ് ഫേസ് വിത്ത് ഇൻസിഡൻറ്റ് വേവ് എന്ന് പറയാം. v2ൻ്റെ വാല്യൂ v1നേക്കാൾ കൂടുതലാണെങ്കിൽ ഇതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇത് റിഫ്ലക്റ്റഡ് വേവും ഇൻസിഡൻറ്റ് വേവും ഇൻ ഫേസിലാണെന്ന് നമുക്ക് പറയാം. ട്രാൻസ്മിറ്റഡ് വേവ് എപ്പോഴും ഇൻ ഫേസിലായിരിക്കും, കാരണം ട്രാൻസ്മിറ്റഡ് വേവിൽ നെഗറ്റീവ് വരുന്ന ഒരു ചാൻസേ ഇല്ല അല്ലേ. v2 ഇവിടെ എന്ത് വന്നാലും v2ൻ്റെ വാല്യൂ v1ൻ്റെ വാല്യൂ പോസിറ്റീവ് വാല്യൂസാണ്. എന്ത് വന്നാലും ഇതൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് മാറില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്മിറ്റഡ് വേവും ഇൻസിഡൻറ്റ് വേവും എപ്പോഴും ഇൻ ഫേസിലായിരിക്കും. റിഫ്ലക്റ്റഡ് വേവ് ഇൻ ഫേസിലാവുന്നത് എപ്പോഴാണ് v2ൻ്റെ വാല്യൂ v1നേക്കാൾ കൂടിയാൽ. സെക്കൻഡ് മീഡിയത്തിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വെലോസിറ്റി ഫസ്റ്റ് മീഡിയത്തിലെ വേവിൻ്റെ വെലോസിറ്റിയേക്കാൾ കൂടിയാൽ രണ്ടും ഇൻ ഫേസിലാണെന്ന് പറയും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, സെക്കൻഡ് മീഡിയത്തിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫസ്റ്റ് മീഡിയത്തിനേക്കാൾ കുറവാണെങ്കിൽ
സെക്കൻഡ് മീഡിയത്തിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫസ്റ്റ് മീഡിയത്തിനേക്കാൾ കുറവാണെങ്കിൽ ഇൻസിഡൻറ്റ് വേവും റിഫ്ലക്റ്റഡ് വേവും ഇൻ ഫേസിലാണെന്ന് പറയാം. സോ ഇൻ ടേംസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈ എക്സ്പ്രഷൻ ഇങ്ങനെയാണ് വരിക. V2 ആണെങ്കിൽ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് N1 വെച്ച് റീപ്ലേസ് ചെയ്യുക, V1 പകരം N2 വെച്ച് റീപ്ലേസ് ചെയ്യുക. കാരണം എന്താണ്, വിയും എന്നും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് N=C/V അല്ലേ. ആ റിലേഷൻ വെച്ചിട്ടാണ് ഇതിങ്ങനെ മാറ്റി എഴുതുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോർമൽ ഇൻസിഡൻസിൻ്റെ കണ്ടീഷനിൽ റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ നോർമൽ ഇൻസിഡൻസിൻ്റെ കണ്ടീഷനിൽ പറയാനുള്ളത്. ഇനി ഇതിൽ നമുക്ക് ചെറിയൊരു കാര്യം കൂടെ ഉള്ളൂ, റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് എന്താണ്, ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് എന്താണെന്നുള്ളതും ഉള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.